നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ കണ്ണുകളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇന്നലെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുവാനിടയായി. കൽക്കി എന്ന് പറയുന്ന ഒരു മൂവി. സിനിമയെപ്പറ്റി സാധാരണ ഒരു വിശദീകരണം പറയാനുള്ള ഒരു ആളൊന്നുമല്ല നമ്മൾ. നാട്ടിൽ നിന്നുള്ള ആളുകൾ പറയുന്ന റിവ്യൂ കേട്ടതിന് ശേഷം ഒന്ന് സിനിമ കാണുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഇന്നലെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയാൻ തോന്നിയ കാര്യം, ഇന്നലെ ഇവിടെ ഈ ഹാമിൽട്ടണിലെ സിനിമ പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. തമിഴിലോ മലയാളത്തിലോ ഒന്നും വന്നിട്ടില്ല, തെലുങ്കിലും ഹിന്ദിയിലുമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ പോയി 3D ആണ് കണ്ടത്. വളരെ ആളുകൾ കുറവായിരുന്നു. അപ്പം ഇത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹാമിൽട്ടണിലോ ന്യൂസിലാൻഡിലോ ഉണ്ടെങ്കിൽ ആ സിനിമ ഉറപ്പായും മസ്റ്റ് വാച്ചായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. നാട്ടിലൊക്കെ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന് കൂടുതൽ അവർ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അഡ്വർടൈസ്മെൻറ്റും ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ട് പല ആളുകളും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെയുള്ളവർ. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വളരെ ആളിതില്ല, കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഒരു സൗത്ത് ഇന്ത്യൻ ഡയറക്ടർ ഈ ഒരു ലെവലിലേക്ക് സിനിമ ചെയ്ത് വെച്ചെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അത്ര നന്നായിട്ടാണ് സിനിമ ചെയ്തത്. ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കുറേ സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പ്രഭാസൊക്കെ ഇതിൻ്റെ അകത്തൊരു സാധാ ഒരു മനുഷ്യന്മാരെയാണ്. ചിലപ്പോൾ അടുത്ത ഒരു പാർട്ടിലായിരിക്കും പ്രഭാസനും കമലഹാസനും ഒക്കെ വലിയ റോള് വരുന്നത്. ഇതിൻ്റെ അകത്ത് അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രകസനം, അത് നമ്മൾ ആ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ, ആ പ്രകടനം നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാവും. 3D കാണാൻ പറ്റുമെങ്കിൽ 3D കാണുക. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതിൽ പോയത്. നമുക്ക് ആ ഒരു പൈസ മുതലാണ് ഇതിപ്പോൾ നമുക്ക് ഒരു ടി വിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു മൊബൈലിലൊന്നും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണുന്നതിൻ്റെ ഒരു പകുതി എഫക്റ്റോ, പകുതിയല്ല, ഒരു 25% എഫക്റ്റ് പോലും കിട്ടില്ല. അതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ആൾ കുറവായിരുന്നു തിയേറ്ററിൽ. അതുകൊണ്ട് ഈ സിനിമ പെട്ടെന്ന് മാറ്റും. ഇവിടെയുള്ള ആളുകളൊക്കെ അറിഞ്ഞ് നല്ല സിനിമയാണോ ചോദിച്ച് അറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പടം മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തെലുങ്ക് ആയാലും ഇത് അത്ര പ്രത്യേകിച്ച് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല മനസ്സിലാകാൻ. കുറച്ച് കോമഡി കാര്യങ്ങൾ മാത്രം മനസ്സിലാകാതെ പോയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷ് പടം, നമ്മൾ ഇംഗ്ലീഷ് അറിയാതെ ഇംഗ്ലീഷ് പടം കാണാറില്ലേ, എല്ലാം മനസ്സിലാവാറില്ല. എന്നിട്ടും അതേ ഒരു അവസ്ഥ തന്നെയാണ്. അത്ര നല്ല പടമാണ്. ഉറപ്പായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇപ്പോൾ നമ്മുടെ ഈവൻറ്റിലും ഹോഴ്സിലുമുണ്ട്. നാളെ മുതൽ തിയേറ്ററിൻ്റെ ടൈം ഷോ കൂട്ടിയിടുന്നുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് അത്ര ആൾ കുറവായി, പലരും അറിഞ്ഞിട്ടില്ലായിരിക്കും ഈ സിനിമയെ പറ്റിയെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ആളുകൾ കണ്ടു കഴിഞ്ഞതായിരിക്കും. ഇവിടെ റിലീസായിട്ട് 2-3 ദിവസം അല്ല ആയിട്ടുള്ളൂ സിനിമ റിലീസായിട്ട്. ഏതായാലും കാണാത്തവർ പോയി കാണുക.